നമസ്കാരം. മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശിശുരോഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബിനു ഗോവിന്ദാണ്. നമസ്കാരം സർ. ഈ ചെറിയ കുട്ടികൾ സാധാരണ കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ കുട്ടികൾക്ക് സാധാരണ പ്രസവിച്ച ഉടനെ മിക്ക കുട്ടികൾക്കും കാണുന്ന ഒരു വിശേഷം ശ്വാസം മുട്ടാണ്. പക്ഷെ അത് കൂടുതലും 24 മണിക്കൂറിനകത്ത് സെറ്റിലാവുന്ന ശ്വാസം മുട്ടാണ്. അത് പെട്ടെന്ന് അമ്മയുടെ വയറിന്ന് പുറത്തോട്ടെടുക്കുമ്പോഴുള്ളൊരു നമുക്ക് സാധാരണ പറഞ്ഞ ഒരു വെപ്രാളം ആ രീതിയിൽ എടുക്കാം. കൂടുതലും നെഞ്ചിലെ നീർക്കെട്ടും അതൊക്കെയാണ് ഈ ശ്വാസം മുട്ട് ഉണ്ടാക്കുന്നത്. 90% കുട്ടികൾക്ക് 24 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റിലാവും. പിന്നെ വളരെ പ്രീട്ടമായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ ശ്വാസം മുട്ട് നീണ്ടു പോകുന്നത്. അത് ഈ നെഞ്ചിലെ നീർക്കെട്ട് എന്ന് പറയുമ്പം അത് പുറത്തേക്ക്, അതായത് ഈ ഗർഭാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ഉണ്ടാവുന്നതാണോ, അതോ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഇവർക്ക് ഈ നീർക്കെട്ടിനുള്ള സാധ്യതയുണ്ടോ? അല്ല, നീർക്കെട്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു അസുഖമായിട്ടല്ല അത് കാണുന്നത്. പിന്നെ അമ്മയുടെ വയറിൽ കുഞ്ഞിരിക്കുമ്പോൾ ലങ്സിനകത്ത് എയറല്ല, ഒരു ഫ്ലൂയിഡാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുറത്തോട്ട് വരുമ്പോൾ ആ ഫ്ലൂയിഡ് എയർ റീപ്ലേസ് ചെയ്ത് എയർ കയറും. അങ്ങനെയാണ് ബ്രീതിങ് ഇനിഷ്യേറ്റ് ആവുന്നത്. അപ്പോൾ അതിന് ചില കുട്ടികൾക്ക് ഡിലേ വരും, പ്രത്യേകിച്ച് സിസേറിയൻ കുട്ടികൾക്ക്. അപ്പോൾ ആ കുട്ടികൾക്ക് ഈ ഫ്ലൂയിഡ് മാറിപ്പോകാനുള്ളൊരു സമയമെടുക്കും, കുറച്ചുകൂടെ സമയമെടുക്കും. മറ്റേത് സാധാരണയുള്ള പ്രസവ സമയത്ത് ഒരു പ്രഷർ വരുമ്പോൾ ആ ഫ്ലൂയിഡ് കുറച്ചുകൂടെ പെട്ടെന്ന് പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ശ്വാസം മുട്ട് ആണ് ഒരു അസുഖം. പിന്നെ നമുക്കെല്ലാം അറിയാം, മഞ്ഞ കളർ, മഞ്ഞ പിത്തം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, മഞ്ഞയുണ്ടെന്ന് പറയും. അത് ലിവറിൻ്റെ മെച്യൂരിറ്റി, രക്തഗ്രൂപ്പിൻ്റെ വ്യത്യാസങ്ങൾ ഇതുമൂലം ഉണ്ടാവാം. ഇതെല്ലാമാണ് മാസം തികഞ്ഞ കുട്ടികൾക്ക് സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ. പിന്നീടുള്ളത് മറ്റു ആരെയും പോലെ കോട്ടിൽ ഫിറ്റ്സ് വരാം. അത് പല പല കാരണങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഈ പ്രീടേം ബേബീസിന് വേറെ തന്നെ ഒരു മേഖലയാണ്, അവർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാവുന്നത്. ചില കുട്ടികൾ ഇങ്ങനെ ജനിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരു ഡീകളറേഷൻ, ഒരു വയലറ്റ് കളർ പോലെയൊക്കെ വരുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഈ ശരിക്കും ഈ ബ്രെത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് തന്നെയാണോ അതിനും കാരണം? കൂടുതലും അത് പിന്നെ നമ്മൾ ആക്രോസൈനോസിസ് എന്നാണ് അതിന് പറയുന്നത്. എന്ന് വെച്ചാൽ കൈയുടെ അറ്റവും കാലിൻ്റെ അറ്റവും ഉള്ള നീല നിറം. അതേസമയം ഈ ബ്രീത്തിങ് ഇഷ്യൂ എന്ന് പറയുന്ന സൈനോസിസ് കുറച്ചുകൂടെ ഗൗരവമുള്ള സൈനോസിസ് ആണ്. അത് നമ്മുടെ ചുണ്ടിലും ഒക്കെ നാക്കിനകത്തും ഒക്കെ ബ്ലൂ കളർ വരും. ഈ ആക്രോസൈനോസിസ് കൂടുതലും കുഞ്ഞുങ്ങളെ നേരെ പൊതിഞ്ഞില്ലെങ്കിൽ, ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പൊ കുട്ടികളെ AC റൂമിലാണ് കൂടുതലും കിടക്കുന്നത്. അതെ, അപ്പൊ നല്ലോണം കവർ ചെയ്തില്ല എങ്കിൽ അവരുടെ ഈ പറഞ്ഞ ബ്ലൂയിഷ് കളറേഷൻ വരും. അപ്പം അത് നന്നായിട്ട് പൊതിഞ്ഞ് അവരെ പിങ്ക് ആക്കിയിട്ട് വെക്കണമെന്നാണ് പറയുന്നത്. മറ്റേ സൈനോസിസ് ചികിത്സിക്കേണ്ടതാണ്. കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അമ്മമാർക്ക് ആവശ്യത്തിന് മുലപ്പാലില്ലാത്തത്. അങ്ങനെയുള്ള അമ്മമാർ എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പോളിസി എന്ന് പറയുന്നത് തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഓൺലി എന്നുള്ളൊരു പോളിസിയാണ്. പക്ഷേ നമ്മളൊരു പോളിസിയിൽ എത്ര ഉറച്ചു നിന്ന് കഴിഞ്ഞാലും എല്ലാവർക്കും എപ്പോഴും പാല് ഉണ്ടാവാറില്ല. എസ്പെഷ്യലി പ്രീടേം മദേഴ്സിന് ആ ഒരു പാലിൻ്റെ ദൗർലഭ്യം കാണാറുണ്ട്. അപ്പം നല്ലവണ്ണം ഒരു ടേം ബേബിയുടെ മദറിന് തന്നെ മിൽക്ക് വരാൻ 4-5 ദിവസം എടുക്കും. അപ്പോൾ ആരംഭത്തിൽ അത്രയും പാല് മതി. അപ്പം കൂടുതലുള്ള കൺസേൺ നമുക്ക് പാല് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒട്ടും ഇല്ല, അത് മതിയോ, കുഞ്ഞ് കരയുന്നു, ഇതാണ് കോമൺ ആയിട്ട് നമുക്കുള്ള ഒരു കംപ്ലൈന്റ്. മാസം തികയാതെ ബേബീസ് ഉണ്ടാകുമ്പോൾ അവർ NICUലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് ഒരു 5, ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ 5 ഡേയ്സിലൊക്കെയാണ് മിൽക്ക് പ്രൊഡ്യൂസ് ആയി വരുന്നതെന്ന്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടികൾ NICUലുള്ളപ്പോൾ കുട്ടികളെ ഫീഡ് ചെയ്യാതിരിക്കുമ്പോഴും അതും ഈ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാരണമാണോ? തീർച്ചയായിട്ടും. മാത്രമല്ല മദറിന്റെ ഫിസിയോളജിയും ഈ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയമായിട്ടില്ലല്ലോ. പക്ഷെ അവർക്ക് പ്രീടേം മിൽക്ക് എന്ന് പറഞ്ഞ് മിൽക്ക് ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഒത്തിരി സമയമെടുക്കും അവർക്ക്. ചില മദേഴ്സിന് നല്ല രീതിയിൽ ഒരു 1-2 ആഴ്ച ആകുമ്പോൾ മിൽക്ക് വന്ന് തുടങ്ങും. പക്ഷേ ചിലവർക്ക് ഈ പറയുന്ന പോലെ മിൽക്ക് കുറച്ച് കുറവായിരിക്കും. അപ്പം നമ്മളെ ഈ ടേം ബേബീസിന് നമ്മൾ എക്സ്ട്രാ ഫീഡൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എവറി 2 hours സക്കിപ്പിക്കുമ്പോൾ ഒരു 3rd day 4th day ആകുമ്പോൾ അത്യാവശ്യം നല്ല സെക്രീഷൻസ് തുടങ്ങും. അപ്പോൾ അതുവരേക്കും എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം തികഞ്ഞ വെയിറ്റ് ഉള്ള കുട്ടികൾക്ക് അത് മതി. കാരണം അവരുടെ ബോഡിയിൽ നിന്ന് തന്നെ അവർക്ക് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ബ്ലഡ് ഷുഗർ. അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം മിൽക്കായി വരുമ്പോഴേക്കും പിന്നെ വെയിറ്റും വെച്ചോളും. പക്ഷേ ചില പ്രശ്നങ്ങളുള്ളത് വെയിറ്റ് കുറഞ്ഞ, ചിലപ്പോൾ മാസം തികഞ്ഞ 1.25 കിലോ, മാസം തികഞ്ഞത് 2 കിലോ ഒക്കെ ഉള്ള കുട്ടികൾക്ക് മിനിമം വേണ്ടത് 2.5 ആണ്. 2.5 താഴെയുള്ളതൊക്കെ ലോ ബർത്ത് വെയിറ്റ് എന്നാണ് പറയുന്നത്, ലോ ബർത്ത് വെയിറ്റ്. അപ്പം ഈ പറയുന്ന ഈ ലോ ബർത്ത് വെയിറ്റ് ബേബീസിനൊക്കെ ചിലപ്പോൾ സ്റ്റോർസ് കുറവായിരിക്കും. അപ്പോൾ ഒരു 2 കിലോ ഉള്ള ഒരു കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുത്താൽ, പാലില്ലാത്തൊരു അമ്മയാണെങ്കിൽ ബ്ലഡ് ഷുഗർ കുറയാൻ
സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അതിനുശേഷം കുറച്ച് പൊടിപ്പാൽ സപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ ഈ മഞ്ഞപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ സാറ്, അത് സൺലൈറ്റിൽ കാണിക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അത് സൺലൈറ്റ് കൊണ്ട് തന്നെ മാറിപ്പോകാവുന്നതേ അതൊരു ഒരു ബിലീഫാണ്, സൺലൈറ്റിൽ കാണിച്ചാൽ മാറും. പക്ഷെ അതിനകത്ത് സയന്റിഫിക് എവിഡൻസ് ഇല്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജോണ്ടിസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന UV റേസിന്റെ വേവ് ലെങ്ത് ബ്ലൂ ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ്. അപ്പം നമ്മൾ ICUസിൽ കൊടുക്കുന്നത് ബ്ലൂ ലൈറ്റ് ഫോട്ടോതെറാപ്പി എന്ന് പറയും. ഈ സൺലൈറ്റിൽ ബ്ലൂ ലൈറ്റ് കൂടുതലായിട്ട് വരുന്നത് ആ ഉദിച്ചു വരുന്ന സൂര്യനും താഴ്ന്നു പോകുന്ന സൂര്യൻ ഡൗൺ ടൈമും ഡസ്റ്റ് ടൈമിലുള്ള ലൈറ്റാണ് കാണിക്കുന്നത്. അത് മാക്സിമം നമുക്കൊരു 20-25 മിനിറ്റ്സ് ഒക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ICUവിൽ ഇരുന്ന് 24 hours ഫോട്ടോതെറാപ്പിയിൽ വെക്കുന്നതും രാവിലെയും വൈകിട്ട് 20 മിനിറ്റ് കാണിക്കുന്നതും കമ്പാരബിൾ അല്ല. സ്റ്റഡീസ് ഉണ്ട്, യൂസ് ഇല്ലെന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയൊരു എമൗണ്ട് മാത്രമായിരിക്കും നമുക്ക് വളരെ കുറച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉച്ച സമയത്തൊന്നും നമ്മൾ കാണിച്ച കുട്ടിക്ക് വേറെ ആ UV ലൈറ്റ് ഹാം ചെയ്യുന്നുണ്ട്. അപ്പം അത് അഡ്വൈസബിളും അല്ല. ബ്ലൂ കാണുമായിരിക്കാം, പക്ഷേ ഹാംഫുൾ റേഡിയേഷനും വരും അതിൻ്റെ കൂടെ. അതുകൊണ്ട് ഈ ഒരു ചെറിയ പീരീഡിലായിട്ട് കാണിച്ചിട്ട് ഗുണമില്ല. സ്റ്റഡീസും അത് പ്രൂവൺ ആണ്. അത് NICUവിൽ തന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. ജോണ്ടിസ് ഉണ്ടെങ്കിൽ കാണിക്കണം. അപ്പം നമ്മൾ ഡിസ്ചാർജ് ചെയ്ത പോകുന്ന പേഷ്യൻസിനും ഐഡിയലി ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ പലവരും കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്, അത് ദോഷമൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് അത്രയ്ക്ക് താല്പര്യമുള്ള നമ്മളത് റെസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അണ്ടർ വെയിറ്റ് ഉള്ള കുട്ടികൾ, അത് എത്ര ആഴ്ച തൊട്ടുള്ള കുട്ടികളെ നമുക്ക് NICUവിൽ വെച്ച് ചികിത്സിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പൊ ഏറ്റവും ചെറിയ കുട്ടികൾ ഇപ്പൊ ജപ്പാനിലൊക്കെയാണ്, വേൾഡിലെ ഏറ്റവും സ്മോളസ്റ്റ് ബേബീസ് ജപ്പാനിലൊക്കെയാണ്. പക്ഷെ അവരുടെ കാര്യങ്ങൾ അവരുടെ ഭാഷയുടെ പരിമിതി മൂലം അധികം പുറത്തറിയാത്ത 37 ആഴ്ചയിൽ മാസം തികയെന്ന് പറയുമെങ്കിലും 40 ആഴ്ചയാണ് ഒരു ഐഡിയലി ബേബി എന്ന് പറയുന്നത്. പക്ഷെ പല കാരണങ്ങളും കൊണ്ട് ഇപ്പൊ 40 ആഴ്ച വരെ ഒന്നും വെയിറ്റ് ചെയ്യാറില്ല. 37 ആകുമ്പോഴത്തേക്ക് 40 വീക്സ് ആണ് പറയുന്നത്. 42 വീക്സ് പോസ്റ്റ് ടേം എന്ന് പറയും. 37 വീക്സിന് മുമ്പ് പ്രീ ടേം എന്നും പറയും. ഈ 37 to 40 വീക്സ് ഗ്രേ ഏരിയ ആണ്. അമ്മയ്ക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ പ്രസവം എടുക്കും. കാരണം ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, 42 വീക്സ് ഒക്കെ പോകുമ്പോൾ അതും ഭയങ്കര റിസ്ക് ഉണ്ട് അതിനകത്ത്. പക്ഷെ നമുക്ക് ലീഗലി സേഫ് ആണ്. പക്ഷെ ഇന്നത്തെ കാര്യത്ത് നമ്മൾ ആരും അങ്ങനത്തെ റിസ്ക് എടുക്കുന്ന ഒരു പ്രവണത ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഇടയിൽ ഇല്ല. മെച്ചുർ ആവാതെ ബേബീസ് ഉണ്ടായി നമ്മളിങ്ങനെ തെറാപ്പിയൊക്കെ ചെയ്ത് അവർ ഓക്കെ ആയി, ബർത്ത് വെയിറ്റ് ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഇവരുടെ ഗ്രോത്തിന്റെ ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ, ആ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ? ഭാവിയിൽ അവരുടെ എന്തെങ്കിലും ഇപ്പൊ സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇവരുടെ ഗ്രോത്തിന്റെ ഓരോ കാലഘട്ടത്തിലും ഡിലേ ഉണ്ടാവുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാവും? ഒരുമാതിരി ഡിലേ വരുന്ന കുട്ടികളെ നമുക്ക് ICU ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മുമ്പേ അറിയാൻ പറ്റും. കാരണം നമുക്കറിയാം ഈ കുട്ടി ഇത്രയും താഴോട്ട് പോയിട്ടാണ് പൊന്തിയത്, അല്ലെങ്കിൽ കൊച്ചിന് ബ്രെയിനിൽ ബ്ലീഡുണ്ട്, നല്ല മാസീവ് ബ്ലീഡുണ്ട്, ഈ കുട്ടി ഫ്യൂച്ചറിൽ ഇഷ്യൂസ് ഉണ്ടാവാം. നമുക്ക് ഒരുമാതിരി അല്ലാതെ ഡിസ്ചാർജ് ആയിട്ട് പുതിയൊരു സംഭവം പോലെ വരാൻ സാധ്യതയില്ല. പ്രോപ്പർലി ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഈ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്തിട്ട് നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഫുഡ്സ് എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്? 6 months തൊട്ട് വീനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് കൊടുക്കുന്ന സോളിഡ് ഫുഡ്സ് എങ്ങനെയുള്ള ഫുഡ്സ് ആയിരിക്കണം? അത് ഓരോ ലൊക്കാലിറ്റി വെച്ചാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ബനാന ഏത്തയ്ക്കാപ്പൊടി, പിന്നെ റാഗി പൗഡർ, പിന്നെ ഈ പറയുന്ന അമൃതം പൊടി, സെറിലാക്ക് കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അതൊരു 2 to 3 months കൊണ്ട് അത് നമ്മൾ, അല്ലെങ്കിൽ ഒരു 1 to 2 months കൊണ്ട് ഈ സെമി സോളിഡിലോട്ട് കയറണം. അൾട്ടിമേറ്റ് ഗോൾ 1 വയസ്സാവുന്ന ഒരു കുഞ്ഞ് അമ്മയുടെ പാത്രത്തിൽ നിന്ന് എന്തും എടുത്ത് കഴിക്കാൻ പറ്റുന്ന പാകത്തിലാവണമെന്നാണ്. അപ്പം നമ്മൾ ഒരുപാട് നാൾ ഈ സെമി സോളിഡ് ഡയറ്റിൽ നിൽക്കരുത്. പലപ്പോഴും സംഭവിക്കുന്നത് മിൽക്ക് കൊടുക്കുമ്പം സെമി സോളിഡ്സ് ആയിട്ടുള്ള ഈ കുറുക്ക് പോലത്തെ അത് മാസങ്ങളോളം വെച്ചോണ്ടിരിക്കും. കാരണം കട്ടിയാരം കുടിക്കാനുള്ള പേടി കാരണം, തൊണ്ടയ്ക്ക് കൊടുങ്ങോ അതോ ഇതോ പേടി കാരണം. അപ്പൊ അൾട്ടിമേറ്റ്ലി ബേബീസ് റെസിസ്റ്റ് ചെയ്യും, ഫുഡ് ഇഷ്ടപ്പെട്ട് കാണിക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ ഇവരുടെ ബുദ്ധി വികസിച്ചു കഴിഞ്ഞാൽ ഇവര് ഫുഡ് റെസിസ്റ്റ് ചെയ്യും, ഇവർ തുപ്പിത്തരും. അപ്പോൾ ഒരു 6 to 9 months 6 to 10 monthsനകത്ത് ഇവരുടെ ബുദ്ധി അത്ര കുറയ്ക്കുന്ന മുമ്പേ ശീലമാക്കി എടുക്കണം ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ രക്ഷപ്പെട്ടു. പക്ഷെ പലപ്പോഴും ഇവർ പേടിച്ച് കുറെ റെസിസ്റ്റ് ചെയ്ത് ഈ പറയുന്ന പോലെ ഈ പഴയ ആളുകളൊക്കെ പറയുന്നിട്ടുണ്ട്, ഈ ഡയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പാല് ചേർത്ത സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഫക്കെട്ട് ഭയങ്കരമായിട്ട് കൂടും,
നീർക്കെട്ടുണ്ടാവും, അങ്ങനെയുള്ള അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. ഈ റാഗി കൊടുത്താൽ കഫക്കെട്ട് കൂടുന്ന ഈ ലൊക്കാലിറ്റിയിൽ ഒത്തിരി പേഷ്യൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സയന്റിഫിക്കലി ഇല്ല. പിന്നെ തണുപ്പുണ്ട് ആ ഒരു ഫാക്റ്റാണ്, അതായിരിക്കും അവരങ്ങനെ ചിന്തിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ട്, നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു അസുഖം വരുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പം വിഷമില്ലാത്ത ഭക്ഷണം ഏത് കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നമുക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ഏതാ, മീറ്റ് ഏതാ, ഫിഷ് ഏതാ, ഇതൊക്കെയാണ് ഒരു കൺസേൺ. ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ആദ്യമേ ജീവിതത്തിൽ കെമിക്കൽസ് അടങ്ങിയ സാധനം കഴിച്ചു തുടങ്ങുമ്പോൾ ലോങ് ടേം ഒരു 30-40 വയസ്സാകുമ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ കാണുന്ന പോലെ ക്യാൻസർ അങ്ങനത്തെ അസുഖങ്ങൾ. കാരണം ഈ കെമിക്കൽസ് ഒന്നും നമ്മുടെ ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മറ്റ് കാര്യങ്ങളെ പോലെ ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ശരീരത്തിൽ കിടക്കും. മൂത്രം വഴിയോ മോഷൻ വഴിയോ ശ്വാസം വഴിയോ പോകത്തില്ല. ഇത് ശരീരത്തിൽ കിടന്നുകൂടി ആണ് ഓരോ അസുഖങ്ങളും ഭാവിയിലായിട്ട് വരുന്നത്. അപ്പം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഭക്ഷണം കൊടുക്കാന്നുള്ളത്. അല്ല, ഭക്ഷണം കഴിക്കുന്ന സേഫ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് എത്ര പേടിക്കേണ്ട. നമുക്ക് ഈ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഈ ഗ്യാസിന്റെ പ്രോബ്ലം വന്നിട്ട് കരയാറുണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ആണ്? പിന്നെ അതെങ്ങനെ റിലൈവ് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് മേജർ ഡിസീസസ് ഉണ്ടോ എന്നാണ്. ഇപ്പം മേജർ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാനാ, സർജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ, ഇപ്പോൾ ടെസ്റ്റിസ് ആണെങ്കിൽ ടോർഷൻ ഉണ്ടോ, തലച്ചോറിലെ പഴുപ്പുള്ള രീതിയിലുള്ള കരച്ചിലാണോ, ശ്വാസം മുട്ടുണ്ടോ, നെഞ്ചി കഫക്കെട്ടുണ്ടോ, വയറിൽ തടസ്സമുണ്ടോ, ഇങ്ങനത്തെ മേജർ ഡിസീസസ്, ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, ഇങ്ങനത്തെ മേജർ ഡിസീസസ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അത്രേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ സിംറ്റമാറ്റിക് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ഗ്യാസ് ആണെന്നുള്ള രീതിയിൽ ഉള്ള മെഡിസിൻസ് ഉണ്ട്, കാർമിസൈഡ് ഡ്രോപ്സ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ കോളിക്ക് പെയിനുള്ള മെഡിസിൻസ് ഉണ്ട്. പക്ഷെ അതിലെത്തുന്ന മുമ്പേ സീരിയസ് അസുഖങ്ങൾ ഇല്ല എന്ന് ഉറപ്പിക്കാനാണ് ആക്ച്വലി ഒരു ഡോക്ടർ നോക്കുന്നത്. ഈ കോളിക്കിന് ഇങ്ങനെ കമിഴ്ത്തി കിടത്തിയിട്ട് പുറത്ത് ഇങ്ങനെ തട്ടണ ഒരു മെത്തേഡൊക്കെ ഈ പഴയ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഗ്യാസ് പോകാൻ നല്ലതാ. കമത്തി കിടത്തി തട്ടിയ ഗ്യാസ് പോകാൻ നല്ലതാ. നമ്മൾ ICUസിൽ പക്ഷെ അങ്ങ് കമത്തി കിടത്തി 1 വയസ്സിനകത്തുള്ള കുട്ടികളെ കമത്തി കിടത്തി ഉറക്കിക്കൂടാന്ന് ഉണ്ട്. കാരണം മരണനിരക്ക് കൂടുതലാണ്. സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, സിഡ്സ്. അത് ഇപ്പം അതിൻ്റെ സ്റ്റഡീസ് ഉണ്ട്. എന്ന് വെച്ചാൽ കമത്തി കിടക്കുന്ന മലന്ന് കിടക്കുന്ന കുട്ടികളെ എണ്ണിക്കഴിഞ്ഞാൽ കമത്തി കിടക്കുന്ന കുട്ടികൾ യാതൊരു കാരണവും ഇല്ലാതെ മരണപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് അഡ്വൈസ് ചെയ്യാറില്ല. ICUസിൽ കിടത്തും ദഹന പ്രക്രിയക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്. പക്ഷെ അവർക്ക് മോണിറ്റർ വെച്ചിട്ടുണ്ട്. അവർ ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ അപ്പം നമ്മൾ അറിയും. വീട്ടിൽ കമത്തി കിടത്തി ശ്വാസം എടുത്തില്ലെങ്കിൽ രാവിലെ ആകുമ്പോഴേ അറിയത്തുള്ളൂ. 1 വയസ്സിനകത്ത് സാധാരണ നോർമലി ഉണ്ടായ ഒരു ബേബി നടക്കാൻ തുടങ്ങുമല്ലോ, അതിന്റെ ഓരോ സ്റ്റേജസ് ഒക്കെ ഒന്ന് പറയാം. ഒറ്റ ഇതിന് പറയുകയാണെങ്കിൽ 2 മാസമാകുമ്പോൾ, മാസം തികഞ്ഞൊരു കുട്ടി 2 മാസമാകുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിപ്പിക്കണം. റെസ്പോണ്ട് ചെയ്യാം. സോഷ്യൽ സ്മൈൽ എന്ന് പറയും. നമ്മൾ കളിപ്പിച്ചാൽ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കണം. 5 മാസമാകുമ്പോൾ കമന്ന് വീഴുകയും തല ഉറക്കുകയും ചെയ്യണം. 8 മാസമാകുമ്പോൾ സ്വയമായിട്ടിരിക്കണം. 1 വയസ്സാകുമ്പോൾ പിടിച്ചു നിൽക്കണം. 1-1.5 വയസ്സാകുമ്പോൾ നടക്കണം. അതാണ് എൻ്റെ ഒരു വട്ടക്കണക്ക്. എന്തായാലും ഒരുപാട് വ്യത്യസ്തമായ അറിവുകളാണ് സാർ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. താങ്ക് യു സർ. അതോടൊപ്പം തന്നെ സാറിന് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ന്യൂ ബോൺ ബേബി കെയർ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കുട്ടികളെ കിട്ടും. എനിക്ക് കൂടുതലായി പറയാനുള്ളത് പ്രീ ടൈം ബേബീസ് നമുക്ക് പിന്നെ കൂടുതൽ സർവൈവലുള്ളൊരു കാലത്തിലൂടെയാണ് പോകുന്നത്. നല്ല കെയർ കൊടുത്താൽ നല്ല രീതിയിലുള്ള പൂർണ്ണ ബുദ്ധിയുള്ള കുട്ടികളെ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒരു 25 വീക്സ് 500 ഗ്രാം 600 ആണെങ്കിൽ അവരെ ഒരു നെഗറ്റീവ് തോട്ട് വെച്ചിട്ട് അപ്രോച്ച് ചെയ്യാതെ നമ്മൾ അവർക്ക് നല്ല കുട്ടികളാവും. പ്രത്യേകിച്ച് IVF ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കാലമായിട്ട് കിട്ടുന്ന കുട്ടികളെ നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തോടെ ആശുപത്രികളിൽ പോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട്സ് പലപ്പോഴും കാണുന്നത്. നമ്മൾ ഒത്തിരി സ്കെപ്റ്റിക്കലായി ഒത്തിരി പേടിച്ച് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഏതൊരു കാര്യം പോലെ തന്നെ നല്ല രീതിയിൽ വരത്തില്ല. ദൈവവിശ്വാസവും ചികിത്സിക്കുന്ന സ്ഥാപനങ്ങളിലും ഡോക്ടർമാരുടെ ഒരു വിശ്വാസവും നല്ല ചികിത്സയിലെത്തുമെന്ന് പറയാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് പീഡിയാട്രിക് സർജറിയെക്കുറിച്ചാണ്. ഈ വിഭാഗത്തിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഡോക്ടർ PY ഹെൻറിയാണ്. നമസ്കാരം സർ. നമസ്കാരം. ശരിക്കും എന്താണ് ഈ പീഡിയാട്രിക് സർജറി? പീഡിയാട്രിക് സർജറി എന്ന് പറയുമ്പോൾ നവജാത ശിശു മുതൽ 18 വയസ്സിന് താഴെയുള്ള
കുട്ടികളെ ഉള്ള സർജിക്കൽ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് പീഡിയാട്രിക് സർജറി എന്ന് പറയുന്നത്. പീഡിയാട്രിക് സർജറി എന്ന് പറയുമ്പം ന്യൂബോൺ 500 ഗ്രാം മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ വിധ അസുഖങ്ങളും വരും. അതിൻ്റെ അകത്ത് യൂറോളജിക്കൽ പ്രോബ്ലം വരും, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ പ്രോബ്ലം വരും, പിന്നെ ജന്മവൈകല്യങ്ങൾ, ക്ലെഫ്റ്റ് ലിപ്പ്, പാരലൈറ്റ് അങ്ങനെയുള്ള അസുഖങ്ങൾ വരും, പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ഡിഫക്ട്സ്, അന്നനാള ഇല്ലായ്മ, കുടലിലെ തടസ്സങ്ങൾ, മലബന്ധം, വിട്ടുമാറാത്ത വയറുവേദന, അങ്ങനെ ഈ ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസസ് ഈ 18 വയസ്സിനുള്ള ഉണ്ടാകുന്ന എല്ലാത്തിനും കുടല് കുരുക്കുന്ന, ചെറുകുടൽ മൺകുടൽ തമ്മിലുള്ള കയറിപ്പോകുന്ന അവസ്ഥ, അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പം ഇതിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ്, അതായത് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കോമൺ ആയിട്ട് കാണുന്ന, അഡൽറ്റിൽ കാണാത്തതും കുട്ടികളിൽ കാണുന്നതുമായ രോഗങ്ങളെ ചികിത്സിക്കാനുള്ളതും പിന്നെ നവജാത ശിശുക്കളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വിങ്ങാണ് പീഡിയാട്രിക് സർജറി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതിന് അനസ്തറ്റിസ്റ്റും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അനസ്തറ്റിസ്റ്റാണ് കുട്ടികളുടെ സർജറി ചെയ്യുമ്പം വളരെ അത്യാവശ്യമായിട്ടുള്ളത്. കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് രണ്ട് മിത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് നല്ലൊരു അനസ്തറ്റിസ്റ്റ്, നല്ലൊരു സർജൻ. അവരേത് സർജറിയും വലിയവരെക്കാട്ടിലും നല്ലതായിട്ട് ഫേസ് ചെയ്യും. അവർക്ക് അതിനുള്ള ബോഡി സ്ട്രക്ചർ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വിചാരിക്കും കുട്ടികൾക്ക് സർജറി പാടാണ്. വലിയവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികളാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ്. അതായത് ഇപ്പൊ 2024 മോഡൽ വണ്ടിയും 2056 മോഡൽ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം പോലെ ഓടാകുന്നതോടെ മെഷീൻ കേടാവും, അതിൻ്റെ പ്രശ്നങ്ങൾ കാണും. പുതിയ മെഷീൻ നല്ലതായിരിക്കും, അവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണത്തില്ല. അവരുടെ ആ പ്രോബ്ലം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി അതിന്റെ റിസൾട്ടൊക്കെ വളരെ നല്ല ഗുഡ് കണ്ടീഷനിലേക്ക് വരും. ഓക്കെ, ശരിക്കും ഈ ന്യൂ ബോൺ സർജറി അത് എന്താണ് മീൻ ചെയ്യുന്നത്? നേരത്തെ തന്നെ സ്കാനിൽ കൂടെ അറിയാം. ഫോർ എക്സാമ്പിൾ ഒരു ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ അന്നനാളം ഇല്ലെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. പിന്നെ കുടലിന് ഉള്ള തടസ്സങ്ങൾ അത് നേരത്തെ അറിയാം. പിന്നെ കുടലിൽ ഇൻഡസ്ട്രിയൽ അട്രീഷ്യസ് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ബോണി ഡിഫക്ട്സ്, കൺജനറ്റ് ക്രോമസോമൽ അബ്നോമാലിറ്റീസ്, അങ്ങനെ പിന്നെ വയറിൻ്റെ വൈകല്യങ്ങൾ, നട്ടലിൻ്റെ വൈകല്യങ്ങൾ, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും കണ്ടുപിടിക്കാം. പക്ഷെ അതില് ലീതൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ലീതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സിച്ചാൽ മാറ്റാൻ പറ്റാത്ത ഗ്രൂപ്പുണ്ട്. അതൊരു 10% അല്ലെങ്കിൽ 10-20% ലീതൽ അനോമലീസ് ആയിരിക്കും. അത് സേവ് ചെയ്യാൻ പറ്റാത്ത, അവരെ നമ്മൾ എപ്പോഴും ഡിസ്കറേജ് ചെയ്യും കണ്ടിന്യൂ ചെയ്യുന്നത്. ബാക്കിയുള്ളവരുടെ എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അനോമലീസിനെല്ലാം കറക്റ്റ് ചെയ്യും. കിഡ്നി ഡിസീസാണ് ഏറ്റവും കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കാണുന്നത്. പണ്ട് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ആയിരുന്നു. ഇപ്പം നമ്മൾ ഫോളിക് ആസിഡ് തെറാപ്പിയൊക്കെ വന്നതിന് ശേഷം അത് ഒരുപാട് വ്യത്യാസം. ഒരു അമ്മ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കഴിക്കേണ്ട ഒരു ഗുളികയാണ് ഫോളിക് ആസിഡ്. അത് പലരും കല്യാണം കഴിച്ച് ഗർഭിണിയായതിനു ശേഷമാണ് പോയി കഴിക്കുന്നത്. ശരിക്കും ഒരു 3 മാസം മുമ്പെങ്കിലും ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങിയാൽ പലതരം ജന്മവൈകല്യങ്ങളും ഒഴിവാക്കാൻ പറ്റും. ഇതിൽ 25 കൊല്ലമായിട്ട് നമ്മളിതിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും ഇന്നും പലരും കല്യാണം കഴിക്കുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെയധികം സാരിയുടെ നിറവും അതിൻ്റെ ഡെക്കറേഷൻസും ഒക്കെ അവർക്ക് അറിയായിരിക്കും. പക്ഷെ ഈ ഒരു ഗുളിക വളരെ ചീപ്പായ ഗുളിക വയ്ക്കുന്ന കാര്യം അവർക്ക് അറിഞ്ഞില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ നമ്മൾ എമർജൻസി ആയിട്ട് ന്യൂ ബോൺസിൽ ചെയ്യുന്ന സർജറീസ് എന്തൊക്കെയാണ്? ന്യൂ ബോൺസിൽ എമർജൻസി ആയിട്ട് വരുന്ന അന്നനാളം ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് പെട്ടെന്ന് ശ്വാസം മുട്ടില്ല, നെഞ്ചിൽ കഫക്കെട്ട, റൂളിങ് ഓഫ് സലൈവ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അതിന് സർജറി ഉടനെ റിസസിറ്റേറ്റ് ചെയ്യുക, അതിന് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സർജറി ചെയ്ത് അന്നനാളം റീകൺസ്ട്രക്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ല മെത്തേഡ്. പിന്നെ ഈ നെഞ്ചിനകത്ത് കുടൽ കയറി പോകുന്ന ഡയഫ്രമാറ്റിക് ഹെർണിയ, അത് നമ്മൾ പണ്ടാണെങ്കിൽ അതൊരു ഡബിൾ എമർജൻസി എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പം അത് മാറി. അതിന് പകരമായിട്ട് ഇപ്പം കുഞ്ഞിനെ സ്റ്റെബിലൈസ് ചെയ്ത് കുഞ്ഞിൻ്റെ ലങ് ഓക്കെ ആണെങ്കിൽ
സർജറി ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ തീരുമാനം. അപ്പോൾ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ പോയിട്ട് 1-2 ദിവസം നോക്കിയിട്ട് ഇഫ് എവറിത്തിങ് ഇംപ്രൂവ്സ് പിന്നെ സർജറി ചെയ്ത് അവർ റിക്കവർ ചെയ്യും. അങ്ങനെയുണ്ട്. പിന്നെ വരുന്നത് ഛർദിൽ. ഒരു കുഞ്ഞ് മഞ്ഞ നിറത്തിൽ ഛർദിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. ഒരു ജനിച്ച കുഞ്ഞ് മഞ്ഞ നിറത്തിൽ ഛർദിക്കുന്നത് നോർമൽ അല്ല. പെർസിസ്റ്റന്റ് പ്രൊജക്ടൈൽ വോമിറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് പല പ്രാവശ്യം ഛർദിക്കുകയാണെങ്കിൽ അതൊരു കുടലിന്റെ സർജിക്കൽ കണ്ടീഷൻ ആയിരിക്കും. അതിൽ ഏറ്റവും പേടിക്കേണ്ടത് കുടലിൽ ചുറ്റിയിട്ട്, അതായത് മാൽ റൊട്ടേഷൻ എന്ന് പറയും, മിഡ്ഗട്ട് വോൾവുലസ്. അതെന്ന് പറയുന്നത് ഒരു ഭയങ്കര എമർജൻസിയാണ്. അത് വലിയ സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല. പെട്ടെന്നൊരു സുനാമി വരുന്ന പോലെ വരുന്നു, വോമിറ്റിംഗ് മാത്രമേ കാണത്തുള്ളൂ. വയറിൽ വലിയ ഫൈൻഡിങ്സ് ഒന്നും കാണത്തില്ല, വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. വലിയ ഫൈൻഡിങ്സ് കാണണമെന്നില്ല, ചിലർക്ക് കാണും. പക്ഷേ വോമിറ്റിംഗ് എന്നുള്ള ഒറ്റ കാരണം നമ്മൾ കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് അതിൻ്റെ കുടല് മുഴുവൻ ചുറ്റിയിട്ട് അഴുകിപ്പോവുകയും പെട്ടെന്ന് കുഞ്ഞ് BP ഫോളോ ഒക്കെ വന്ന് സെപ്സിസ് വന്ന് മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ കുടൽ മുഴുവൻ, ചെറുകുടൽ മുഴുവൻ പോകുകയും പെൺകുടലിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടുകയും പിന്നെ അത് സർജറി ചെയ്താലും കുടലില്ലാത്തതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഛർദ്ദിക്കുകയാണെങ്കിൽ അത് എന്തായാലും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, മാൽ റൊട്ടേഷൻ റൂൾ ഔട്ട് ചെയ്യണം. ചില ഡോക്ടർമാർക്ക് പോലും ചിലപ്പോൾ അത് സ്ലിപ്പ് ചെയ്തു പോയി. ഈ ഒരു റൂൾ അറിഞ്ഞുകൂടെങ്കിൽ അത് സാരമില്ല, കാരണം വയറ് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ മിസ് ചെയ്യാൻ അത് ഇങ്ങനെ ഓഫ് ആൻഡ് ഓൺ വന്നുകൊണ്ടിരിക്കും, ഒന്നും പോയി നിൽക്കും, പിന്നെ പെട്ടെന്നായിരിക്കും അത് ചുറ്റുന്നത്. അപ്പൊ അതൊരു ഡേഞ്ചർ ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതപ്പോ ഈ സംസാരത്തിൽ നിന്ന് ആ ഒറ്റ പോയിന്റ് ആരൊക്കെങ്കിലും സ്ട്രൈക്ക് ചെയ്താൽ അത് നല്ലതായിരിക്കും. ഓക്കെ സാർ, ഈ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് അത് സാധാരണ പ്രീ ടൈം ബേബീസിലും ജനിച്ച കുഞ്ഞുങ്ങളിലും ഒരു 0.5% കുട്ടികൾക്ക് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് കൂടുതലും പ്രീ ടൈം ബേബീസിലാണ്. ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു 0.5 to 1% ഇങ്ങനെ വരാം. സാധാരണ 1 വയസ്സിനകത്ത് അത് താഴെ ഇറങ്ങും, സഞ്ചിയിലെത്തും. സഞ്ചിയിലെത്താത്ത ടെസ്റ്റിസ് ആണെങ്കിൽ അതിനെ അൺഡിസെൻഡ് ടെസ്റ്റിസ് എന്ന് പറയും. സഞ്ചിയിൽ അത് ഇടാനുള്ള, സ്ക്രോട്ടത്തിൽ കിടക്കാനുള്ള കാരണം ടെസ്റ്റിസിന് ലോ ടെമ്പറേച്ചർ വേണം, ടെസ്റ്റിസിന് ലോ പ്രഷർ വേണം. അത് വയറ്റിലിരുന്ന ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഇത് രണ്ടും ടെസ്റ്റിസിനെ നശിപ്പിക്കുകയും 10 വയസ്സിന് ശേഷം ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുള്ള സാധനമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കുഞ്ഞിന് ടെസ്റ്റിസ് അവൻ്റെ സ്ക്രോട്ടത്തിൽ ഇല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചേ മതിയാവും. കണ്ടുപിടിച്ച് അത് എവിടെയാണുള്ളത്, അത് ദ്രവിച്ചാണെങ്കിൽ ദ്രവിച്ച് എടുത്ത് കളയുക. അതല്ലാതെ വയറ്റിലുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് അതിനെ പുറത്തു കൊണ്ടുവന്ന് നമ്മൾ ലാപ്രോസ്കോപ്പി വഴിയോ അതിന് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിനെ സ്ക്രോട്ടത്തിൽ എത്തിക്കുക. ഒരിക്കലും വയറ്റിൽ അത് അലവ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. അതിൻ്റെ പ്രത്യുൽപാദനത്തിനായാലും ഹോർമോൺ പ്രൊഡക്ഷനായാലും ടെസ്റ്റിസിൻ്റെ പ്രവർത്തനം വയറ്റിലിരുന്നാൽ കുറയും. പിന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ക്യാൻസറായിട്ട് മാറുന്നത് 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സെമിനോമ എന്ന് പറയുന്ന ഒരു ക്യാൻസറസ് കണ്ടീഷനിലേക്ക് പോകും. അത് 100 times മോറാണ്. 100% അല്ല, 100 ഇരട്ടി കൂടുതലാണ്. അതുപോലെ ഈ ഇന്റർസെപ്ഷൻ അങ്ങനെ ഒരു കണ്ടീഷൻ, അത് ഒരു 3 തൊട്ട് 6 മാസം പ്രായമുള്ള ഒരു കുട്ടികൾ കാണുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് ചെറുകുടല് വൻകുടലിൻ്റെ അകത്ത് കയറി പോവുക. സാധാരണ നല്ല കളിച്ച് ചിരിച്ച് പാല് കുടിച്ചോണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് എടുത്തടിച്ച പോലെ കരച്ചില്, പിന്നെ മലത്തിൽ കൂടെ ചിലപ്പം ആദ്യം ഡയറി ആയിരിക്കും, പിന്നെ ചോര പോവുക, വീണ്ടും കരയുക, പാല് കുടിക്കാതിരിക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇടികെട്ട് പെട്ടെന്നുള്ള ഒരു കരച്ചില്, ഇൻസെസന്റ് ക്രൈ എന്നാണ് സായി പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ പിന്നെ മലത്തിൽ കൂടെ ചോര പോകുന്നുണ്ടെങ്കിൽ ഈ ഏജ് ഇതാണെങ്കിൽ അത് കുടല് കുരുങ്ങാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ വളരെ ഈസിയായിട്ട് കണ്ടുപിടിക്കാം. അത് ചികിത്സിച്ച് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റാം. നമുക്ക് അൾട്രാസൗണ്ട് വെച്ചിട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ വഴി വളരെ ഈസി ആയിട്ട് മാറ്റാം. ഓപ്പറേഷൻ ഇപ്പം വളരെ 2% ഓപ്പറേഷൻ വേണ്ടി വരാറുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ശരിയാക്കിയെടുക്കാൻ പറ്റും. അത് 1999 SAT ആശുപത്രിയിൽ ആണ് ശരിക്കും അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ സിസ്റ്റം
ഒരു 67 കേസ് തുടർച്ചയായിട്ട് 1 വർഷം ചെയ്ത് അത് നാഷണൽ കോൺഫറൻസ് പ്രസൻറ്റ് ചെയ്യുകയും അതെല്ലാവരും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തൊരു ഇതായിരുന്നു. അതിപ്പം എല്ലായിടത്തും അൾട്രാസൗണ്ട് എല്ലായിടത്തും ഉണ്ട്. ഏത് മുക്കിലും മൂലയിലും ഈ അസുഖത്തിൽ നിന്നിപ്പം ഓപ്പറേഷൻ ഇല്ല ചെയ്യും. ഈ കുട്ടികളിൽ ഹെർണിയ വരാറുണ്ട് സാർ? ആൺകുട്ടികളാണ് ഹെർണിയ കൂടുതൽ വരുന്നത്, പെൺകുട്ടികളിലും വരാം. എന്താ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിസ് വയറ്റിലിരുന്ന സാധനമാണ്. ടെസ്റ്റിസ് 1 വയസ്സോടുകൂടിയാണ്. ടെസ്റ്റിസ് 9 മാസത്തിലാണ് സ്ക്രോട്ടത്തിൽ എത്തുന്നത്. അപ്പോൾ വയറ്റിൽ നിന്ന് ഇറങ്ങി ഈ സ്ക്രോട്ടത്തിൽ എത്തുന്ന ഒരു ഡിഫക്റ്റിൽ കൂടെയാണ് അത് ഇറങ്ങി താഴെ വരുന്നത്. അപ്പോൾ ആ ഡിഫക്റ്റ് അവിടെ ഉണ്ടാവും, അതിൻ്റെ ഒരു സാക്ക് അവിടെ കാണും. അപ്പോൾ അത് ചിലപ്പം അത് തുറന്നു പോയാൽ അതിനകത്ത് വെള്ളം കയറാം. അപ്പോൾ അതിന് ഹൈഡ്രോസിൽ എന്ന് പറയും. അത് കുറച്ചുകൂടെ വലുതായാൽ അതിനകത്ത് കുടലിറങ്ങാം. അപ്പോൾ അതിന് ഹെർണിയ എന്ന് പറയും. ഹെർണിയ ആണെങ്കിൽ സർജറി അധികം വിദൂരമല്ലാതെ ഒരു സെമി എലക്റ്റീവ് എമർജൻസി ആണ് ഹെർണിയയുടെ ഓപ്പറേഷൻ. കാരണം ഹെർണിയ മാറില്ല. ഹൈഡ്രോസിൽ വെള്ളം കയറിയതാണെങ്കിൽ 1 വയസ്സ് വരെ നോക്കാം. 1 വയസ്സിന് അത് വെള്ളം വറ്റിപ്പോയില്ലെങ്കിൽ അതിന്റെ ട്രാക്കും അടയ്ക്കണം. പിന്നെ ഈ കുട്ടികൾ ഉണ്ടാവുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ കുട്ടികളിലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മൾ വലിയവരെ ചികിത്സിക്കുന്നത് ആന്റിബയോട്ടിക് കൊടുത്ത് ചികിത്സിക്കുന്നത് വളരെ അബദ്ധമാണ്. ഒരു 50% എന്തെങ്കിലും ഒരു അനാട്ടമിക്കൽ കോസ് കാണും. അതായത് ജന്മനാ ഉള്ള എന്തോ ഒരു പ്രോബ്ലം ആ യൂറിനറി സിസ്റ്റത്തിലുണ്ടാവും. ഒന്നുകിൽ അതിന്റെ കളക്ടിങ് സിസ്റ്റത്തിലായിരിക്കാം, അല്ലെങ്കിൽ ബ്ലാഡറിലായിരിക്കാം, അല്ലെങ്കിൽ അത് വെസൈക്കോ യൂറിട്രിക് ജംഗ്ഷൻ, അല്ലെങ്കിൽ PUJ അങ്ങനെ ഓരോ യൂറിറ്ററിന്റെ ഓരോ ഭാഗങ്ങളിലായിരിക്കാം, ബ്ലാഡറിലായിരിക്കാം, കിഡ്നിയിലായിരിക്കാം. എന്തെങ്കിലും ഒരു തടസ്സം കാണും. അപ്പോൾ നമ്മൾ പറയുന്നത് സ്റ്റേസിസ് ഈസ് ദ ബേസിസ് ഓഫ് ഇൻഫെക്ഷൻ. തടസ്സമാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനുള്ള കാരണം. ആറ്റിലെ വെള്ളം നല്ലതാണെന്നും കായലിലെ വെള്ളം ചീത്തയാണെന്നും പറയുന്ന പോലെ തന്നെ കെട്ടി നിൽക്കുന്നിടത്താണ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത്, അപ്പോൾ ഒരു വെറുതെ മരുന്ന് കഴിക്കാതെ അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ട് ട്രീറ്റ് ചെയ്യുക. പക്ഷെ കാരണം കണ്ടുപിടിക്കണം. വെറുതെ ട്രീറ്റ് ചെയ്തോണ്ടിരുന്ന കിഡ്നി ഓരോ ഇൻഫെക്ഷനിലും കിഡ്നി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ ഇൻഫെക്ഷൻ കഴിയുന്നവരും കിഡ്നിയിൽ സ്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കിഡ്നി ഇൻഫെക്ഷൻ ഡ്യൂറേറ്റ് ചെയ്യാണ്. നമുക്ക് ഈ ജന്മനാ ഉള്ള വൈകല്യങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമോ? വളരെ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു കാര്യം, ജന്മവൈകല്യങ്ങൾക്ക് ഇൻഷുറൻസിന്റെ പരിരക്ഷയിൽ പെടുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പീഡിയാട്രിക് സർജന്മാരുടെയും പീഡിയാട്രിക് വക്താക്കളുടെയും വളരെ നിരന്തരമായ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ചർച്ചയുടെ ഫലമായിട്ട് ആദ്യത്തെ 6ാമത്തെ ആഴ്ചയിൽ സ്കാൻ ചെയ്യുക, ഗർഭിണിയായെന്നുള്ള കാര്യം ഉറപ്പാക്കുക. ആ സ്കാൻ റിപ്പോർട്ടോട് കൂടി ഇപ്പൊ സ്റ്റാർ ഹെൽത്തിലുണ്ട്, ബാക്കി എല്ലായിടത്തും വരുമായിരിക്കും. അത് നമ്മൾ ഇൻഷുറൻസ് ആ കുഞ്ഞിനെ എടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ എല്ലാ ജന്മനാ ഉള്ള പ്രശ്നങ്ങൾക്കും ആ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. സോ അതുകൊണ്ട് വേണ്ടത് 6ാമത്തെ ആഴ്ച സ്കാൻ ചെയ്യുന്നു, പ്രഗ്നൻസി ഉണ്ടെന്ന് ഉറപ്പാകുന്നു, അതിനുശേഷം ആ കുഞ്ഞിന് ഇൻഷുറൻസ് എടുത്താൽ ആ കുഞ്ഞിന്റെ എല്ലാ ചികിത്സയ്ക്കും ഇപ്പൊ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസയ്ക്കുള്ള നെട്ടോട്ടവും അതിനുള്ള സ്ട്രെയിനും അവർ ഒരുപാടുണ്ട്. അപ്പൊ അതിന് ഒരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ ഇത് എല്ലാവർക്കും അറിയില്ല. ഇത് ഇറങ്ങിയിട്ട് തന്നെ ഒരു 6 മാസത്തിൽ കൂടുതലായിട്ടില്ല. അപ്പൊ അത് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഗർഭിണിയാകുന്നുള്ള വിവരം 6 ആഴ്ചക്കുള്ളിൽ അറിയാൻ പറ്റും. അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന് വേണ്ടി ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിന് ജീവിതകാലം മുഴുവൻ ജന്മനായുള്ള എന്ത് പ്രശ്നം ഉണ്ടായാലും പരിരക്ഷ കിട്ടും. അപ്പോൾ അതിനെപ്പറ്റി വറിയടിക്കണ്ട, അതിനെപ്പറ്റി സങ്കടപ്പെടേണ്ട. അങ്ങനെ ഒരു നല്ലൊരു കാര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും വളരെ വ്യത്യസ്തമായ അറിവുകളാണ് സാർ നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഒരുപാട് നന്ദി. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.